In this video, we are dealing with the consequence of mean value theorem. Mean value theorത്തിൻ്റെ റിസൾട്ടുകളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് corollary 1. Suppose that f is differentiable on AB. f differentiable ആണ്, continuous on closed interval AB. Mean value theorത്തിൻ്റെ first condition satisfied. And assume that there are two numbers A and B. Two numbers A and B such that A less than or equal to f dash x less than or equal to b. That means ഡെറിവേറ്റീവ് എടുത്തിട്ട് എല്ലാ പോയിൻറ്റ്സിലെയും ഡെറിവേറ്റീവ് ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്കാണ്, എക്കും ബിക്കും ഇടയ്ക്കാണ് ഡെറിവേറ്റീവ്സിൻ്റെ എല്ലാ പോയിൻറ്റ്സും. ദെൻ ഫോർ എനി ടു ഡിസ്റ്റിങ് പോയിൻറ്റ്സ് x1 ആൻഡ് x2 ഇൻ എ ബി, ഏതൊരു രണ്ട് പോയിൻറ്റ്സ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഏത് 2 പോയിൻറ്റ്സ് ഇൻ എ ബിയിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും വി ഹാവ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു f of x2 minus f of x1 divided by x2 minus x1 less than or equal to b എന്ന് നമുക്ക് ആക്ച്വലി കിട്ടും എന്നാണ് മീൻ വാല്യൂ തിയറത്തിൻ്റെ കോൺസിക്വൻസ്. എപ്പോൾ ഡിഫറൻഷ്യബിൾ ആണ്, ഓപ്പൺ ഇൻ്റർവൽ ആൻഡ് കണ്ടിന്യൂസ് ആണ്, ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്കും ബിക്കും ഇടയ്ക്കാണ് നമ്പർ വരുന്നത്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പ്രൂഫിലേക്ക് അടുക്കാം. Let x1 and x2 be 2 points in AB. ABയിലെ രണ്ട് പോയിൻറ്റ്സ് ആയിട്ടുള്ള x1 x2 നമ്മൾ ചൂസ് ചെയ്തു. ആൻഡ് കൺസിഡർ ദി ഇൻ്റർവൽ, ക്ലോസ്ഡ് ഇൻ്റർവൽ x1 x2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ചെറിയൊരു ഇൻ്റർവൽ ശ്രദ്ധിക്കുക. ഇത് എ ബി, ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബിൻ്റെ ഉള്ളിൽ വരുന്നൊരു ഇൻ്റർവലാണ് x1 ആൻഡ് x2. ദെൻ ബൈ അപ്ലൈയിങ് മീൻ വാല്യൂ തിയറം, എഫ് ഹിയർ ക്ലിയർലി ഡിഫറൻഷ്യബിൾ ആണ്, കണ്ടിന്യൂസും ആണ്, കാരണം എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസിറ്റിയും ഡിഫറൻഷ്യബിലിറ്റിയും തന്നിട്ടുണ്ട്. ദെൻ ബൈ അപ്ലൈയിങ് മീൻ വാല്യൂ തിയറം ടു എഫ്, നമ്മൾ നേരത്തെ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? ദർ എക്സിസ്റ്റ് എ പോയിന്റ് x0 ഇൻ x1 x2 x1 x2ൻ്റെ ഇടയ്ക്കുള്ളൊരു പോയിന്റ് നമുക്ക് x0 കിട്ടുന്നു, സച്ച് ദാറ്റ് എഫ് ഡാഷ് ഓഫ് x0 ഇസ് ആക്ച്വലി ഈക്വൽ ടു എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 എന്ന് പറയുന്ന ആക്ച്വലി നമുക്ക് എന്ത് കിട്ടുന്നു? ഒരു പോയിന്റ് കിട്ടും. ബട്ട് എഫ് ഡാഷ് ഓഫ് x0 ഏതിലെ പോയിന്റ്സ് ആണ്? x1 x2 ഏതിലെ പോയിൻ്റാണ്? എ ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x0 ഇതിൻ്റെ മിഡിൽ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x0 എവിടെ വരുന്ന പോയിൻ്റാണ്? എ ബിയിൽ വരുന്ന പോയിൻ്റാണ്. അവിടെ വരുന്ന പോയിന്റ് എഫ് ഡാഷ് ഓഫ് x0 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എഫ് ഡാഷ് ഓഫ് x0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. ഡെറിവേറ്റീവ് അറ്റ് ഏത് പോയിന്റിലും ഈ രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്കാൻ തന്നിട്ടുണ്ട്. ദെർഫോർ നമ്മുടെ ഗിവൺ കണ്ടീഷൻ പ്രകാരം എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് x0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. Therefore, what is f dash of x0? That is equal to f of x2 minus f of x1 divided by x2 minus x1. നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്ത് മാറ്റിയിടുന്നു. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. നമുക്ക് പ്രൂഫ് കിട്ടും. ശരി, തിയറം പറയുന്നത് ഇതാണ്. എഫ് കണ്ടിന്യൂസും ഡിഫറൻഷ്യബിളും ഓപ്പൺ ഇൻ്റർവൽ എ ബി ആൻഡ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ആയ മീൻ വാല്യൂ തിയറത്തിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ആൻഡ് ദ ഡെറിവേറ്റീവ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് രണ്ട് പോയിൻറ്റ്സിൻ്റെ ഇടയ്ക്കാണ്, എക്കും ബിക്കും ഇടയ്ക്കാണ് എല്ലാ ഡെറിവേറ്റീവ്സും വരുന്നത് എങ്കിൽ നമുക്ക് എന്ത് കിട്ടുന്നത്? ഏത് രണ്ട് പോയിൻറ്റ്സ് എ ബിയിൽ എടുത്തു കഴിഞ്ഞാലും ഈ ഒരു കണ്ടീഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് x2 മൈനസ് എഫ് ഓഫ് x1 ഡിവൈഡ് ബൈ x2 മൈനസ് x1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് തിയറം. പ്രൂഫാണ് ആക്ച്വലി ഇത്. ഇതൊരു മീൻ വാല്യൂ തിയറാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു കോൺസിക്വൻസ് ഓഫ് മീൻ വാല്യൂ തിയറായിട്ട് നമുക്ക് കാണാം. രണ്ടാമത്തത് സെക്കൻഡ് കോൺസിക്വൻസ്, കൊറോളറി ടു ഫങ്ഷൻസ് വിത്ത് സീറോ ഡെറിവേറ്റീവ്സ് ആർ കോൺസ്റ്റൻറ്റ്. ഫംഗ്ഷൻ സീറോ ഡെറിവേറ്റീവ് ആയിട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും എന്താണ്? ആക്ച്വലി കോൺസ്റ്റൻ്റ് ആണ്. ദാറ്റ് ഈസ് ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ദി ഇൻ്റർവൽ, എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് 0 ആണ്. ദെൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഫോർ ഓൾ എക്സ് ഇൻ ഐ, വെർ സി ഈസ് എ കോൺസ്റ്റൻറ്റ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഡെറിവേറ്റീവ് 0 ആവുന്ന എല്ലാ ഫംഗ്ഷനും ആക്ച്വലി കോൺസ്റ്റൻറ്റ് ഫങ്ഷൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നമുക്കത് പ്രൂവ് ചെയ്യണം. യു വാണ്ട് ടു ഷോ ദാറ്റ് എഫ് ഹാസ് എ കോൺസ്റ്റൻറ്റ് വാല്യൂ ഓൺ ഐ. വി ഡു സോ ബൈ ഷോയിങ് ദാറ്റ് x1 ആൻഡ് x2 ആർ എനി 2 പോയിൻറ്റ്സ് ഇൻ ഐ, ദെൻ എഫ് ഓഫ് x1 ഇസ് ഈക്വൽ ടു എഫ് ഓഫ് x2. ഏത് രണ്ട് ഡിഫറെൻറ്റ് പോയിന്റ് എടുത്താലും അതിൻ്റെ എഫ് ഇമേജ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? രണ്ട് ആർബിട്രറി പോയിന്റ്സ് എടുക്കുന്നു. സപ്പോസ് ദാറ്റ് x1 ആൻഡ് x2 ആർ 2 പോയിൻറ്റ്സ് ഇൻ ഐ. രണ്ട് ആർബിട്രറി പോയിന്റ്സ് എടുക്കുന്നു. നമ്മളത് എന്താക്കുന്നു? x1 ആണ് x2നെക്കാട്ട് ചെറുത് എന്ന് എടുക്കുന്നു. ദാറ്റ് ഈസ് x1 ഈസ് ലെസ് ദാൻ x2. ദെൻ
F satisfy the hypothesis of the mean value theorem on x1 and x2. എന്താവുന്നു ഫംഗ്ഷൻ എന്താണ് ഡിഫറൻഷ്യബിൾ ആണ് ഡിഫറൻഷ്യബിൾ ആൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് 0 ഫോർ എവരി x1 and x2 every point in x1 and x2 since therefore differentiable ആണ് every point x1 x2 and hence continuous ആണ് differentiable ആണ് continuous ആണ് നമ്മൾക്ക് ഓൾറെഡി ഒരു തിയറം ഉണ്ട് and hence continuous. Then by mean value theorem mean value theorem ഇവിടെ അപ്ലൈ ചെയ്യുന്നു that is f of x2 minus f of x1 divided by x2 minus x1 is actually equal to f dash of c for some c in between x1 and x2. x1 and x2 ന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് c such that f dash of c must be equal to f of x2 minus f of x1 divided by x2 minus x1. But f dash is 0 for every point. f dash is 0 ആണെന്ന് തന്നിട്ടുണ്ട്. f dash 0 ആയതുകൊണ്ട് f of x2 minus f of x1 divided by x2 minus x1 is equal to 0. That implies f of x2 minus f of x1 is equal to 0. That implies f of x1 is equal to f of x2. f dash 0 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആണ്. ഏത് രണ്ട് പോയിന്റ് ആർബിട്രറി പോയിന്റ്സ് ആണ്. ഏത് രണ്ട് പോയിന്റ്സ് എടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ മസ്റ്റ് ബി എ കോൺസ്റ്റന്റ്. That completes the proof. If f dash x is equal to 0 at each point of an interval I, then f of x is equal to c for all x in I, where c is a constant. അതാണ് സെക്കൻഡ് തിയറം പറയുന്നത്. Remark ആയിട്ട് we know that if a function f has a constant value on an interval I, then f is differentiable on I and f dash of x is equal to 0 for all x in I. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എഫ് എന്താവുന്നു ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി തേർഡ് കോൺസിക്വൻസ് ഇത് ആക്ച്വലി ഉപയോഗിക്കുന്ന ഈ കോൺസ്റ്റൻറ്റിൻ്റെ ഇത് വെച്ചിട്ടാണ് ഈ ഒരു തേർഡ് കൊറോളറി അല്ലെങ്കിൽ തേർഡ് കോൺസിക്വൻസ് ഓഫ് മീൻ വാല്യൂ തിയറം വരുന്നത്. ഇഫ് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് എൻ ഇൻ്റർവൽ ആയി നമ്മളൊരു തിയറായിട്ട് തന്നെ നമ്മളൊരു പ്രോബ്ലം ആയിട്ട് ഫസ്റ്റ് ചാപ്റ്ററിൽ അങ്ങനെ പഠിക്കുന്നു. എഫ് ഡാഷ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സും ഈക്വൽ ആണ് each point of interval. Some two different functions ആണ് f and g where derivative എന്ന് പറയുന്നത് അതിൽ എല്ലാ സ്ഥലത്തും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ then there exists a constant c. ഒരു കോൺസ്റ്റൻറ്റ് c ഉണ്ടാവും. f of x is equal to g of x plus c എന്ന ഫോമിലായിരിക്കും ഈ രണ്ട് ഫംഗ്ഷൻസിൻ്റെ റിലേഷൻസ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഒരു ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ f dash of x is actually equal to g dash of x. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് is 0. ഇതാണ് ഇതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുന്നു അറ്റ് ഈച്ച് പോയിന്റ് എക്സ് ഇൻ ഐ ദ ഡെറിവേറ്റീവ് ഓഫ് ദി ഡിഫറൻസ് ഫംഗ്ഷൻ ദാറ്റ് ഈസ് എച്ച് എന്ന് പറയുന്ന ഒരു ന്യൂ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യും. ദാറ്റ് ഈസ് എഫ് മൈനസ് ജി. എച്ച് ഇസ് ഈക്വൽ ടു എഫ് മൈനസ് ജി. ദെൻ വാട്ട് ഈസ് എച്ച് ഡാഷ് ഓഫ് എക്സ് ദാറ്റ് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ് മൈനസ് ജി ഡാഷ് ഓഫ് എക്സ് ബൈ ഡിഫറൻസ് റൂൾ ഓഫ് ഡിഫറൻഷിയേഷൻ. ബട്ട് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ജി ഡാഷ് ഓഫ് എക്സ് ദെൻ ദിസ് മസ്റ്റ് ബി ഈക്വൽ ടു 0. എഫ് ഡാഷ് ഓഫ് എക്സും ജി ഡാഷ് ഓഫ് എക്സും ഈക്വൽ ആണ് നമ്മൾ തിയറത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. f dash of x is equal to g dash of x must be equal to 0. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീവിയസ് കൊറോളറി പ്രകാരം ഡെറിവേറ്റീവ് സീറോ ആയിട്ടുള്ള എച്ച് എന്ന് പറയുന്ന ഫംഗ്ഷൻ എല്ലാ പോയിന്റിലും ഡെറിവേറ്റീവ് സീറോ ആണെന്നുണ്ടെങ്കിൽ എച്ച് മസ്റ്റ് ബി എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് എച്ച് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സി ഓൺ ഐ ബൈ കൊറോളറി 1 തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്തു. ദാറ്റ് മീൻസ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ദാറ്റ് ഈസ് എച്ച് ഈസ് ഈക്വൽ ടു സി ഓൺ ഐ. സോ ദാറ്റ് f of x is equal to g of x ഇപ്പുറത്ത് പോകുന്നു g of x plus c. That completes the proof. Corollary 3 പറയുന്നതാണ് that the function can have identical derivatives on the interval if their values on the interval have a constant difference. കോൺസ്റ്റൻറ്റ് ഡിഫറൻസിലാണ് ഫങ്ഷൻസ് ഉണ്ടാവുക. അതായത് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് സി ഈസ് ആക്ച്വലി സെയിം ആണ്. ഡിഫറൻസ് വരുന്നത് കണ്ടില്ലേ, സി എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിലെ ഡിഫറൻസ് ആണ് വരുന്നത്. എക്സ് സ്ക്വയറിൻ്റെയും എക്സ് സ്ക്വയർ പ്ലസ് സീൻ്റെയും ഡെറിവേറ്റീവ് സെയിം ആണ്. ഡിഫറൻസ് വരുന്നത് ഒരു കോൺസ്റ്റൻ്റ് ഇവിടെ ആഡ് ചെയ്ത് വരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദി കോൺസിക്വൻസ്. ഒരു എക്സാമ്പിൾസും കൂടി ചെയ്ത് നോക്കാം. The function f of x is equal to x square which is continuous on 0 closed interval 0 to 0 less than or equal to x less than or equal to 2 and differentiable on open interval 0 to 0 less than x less than 2 and f of 0 is equal to 0 ആണ്, f of 2 is equal to എന്താണ് 4 ആണ്. By mean value theorem says that there exists some point c in the interval 0 to such that f dash of x
is actually equal to f dash of c. f dash of c എന്ന് പറയുന്നത് നമുക്ക് കിട്ടണം, ഒരു പോയിന്റ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. വാട്ട് ഈസ് ബൈ മീൻ വാല്യൂ തിയറം എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ, ദാറ്റ് ഈസ് എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 2 square 4, f of a is equal to 0 square 0, and b minus a 2 minus 0 is equal to 2, that is 2. Actually ഇവിടെ 2 ആണ് മീൻ വാല്യൂ തിയറത്തിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. ഇൻ ദിസ് കേസ് വി ക്യാൻ ഡിഫൈൻ സി ബൈ സോൾവിങ്. അതായത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2x ആണ്. നമുക്കൊരു സി കിട്ടണം. എഫ് ഡാഷ് ഓഫ് സി മസ്റ്റ് ബി ഈക്വൽ ടു 2. ദാറ്റ് മീൻസ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 2c ഈസ് ഈക്വൽ ടു ആക്ച്വലി ഏത് കിട്ടണം, 2 കിട്ടണം. 2c ഈസ് ഈക്വൽ ടു 2 കിട്ടണം. ദാറ്റ് മീൻസ് c ഈസ് ഈക്വൽ ടു 1. c 1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എഫ് ഡാഷ് ഓഫ് c, എഫ് ഡാഷ് ഓഫ് 1 ഈസ് ഈക്വൽ ടു 2. ആക്ച്വലി മീൻ വാല്യൂ തിയറം ഇവിടെ കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. മീൻ വാല്യൂ തിയറം കറക്റ്റായിട്ട് സാറ്റിസ്ഫൈ ചെയ്യും. മീൻ വാല്യൂ തിയറം പറയുന്നത് എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ ഡിവൈഡഡ് ബൈ ബി മൈനസ് എ, അതാണ് ആക്ച്വലി ഇവിടെ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അത് സം എഫ് ഡാഷ് ഓഫ് സി ഫോർ സി ഈസ് ഇൻ ബിറ്റ്വീൻ 0 ആൻഡ് 2 കിട്ടണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കുന്നു, 2x. നമുക്കൊരു സി കിട്ടണം. എഫ് ഡാഷ് ഓഫ് സി ഈസ് ഈക്വൽ ടു 2c. 2c മസ്റ്റ് ബി ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ സി മസ്റ്റ് ബി ഈക്വൽ ടു 1. സി 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. സാറ്റിസ്ഫൈ ചെയ്യുന്ന മീൻ വാല്യൂ തിയറം സാറ്റിസ്ഫൈ ചെയ്യും. നെക്സ്റ്റ്, സപ്പോസ് ദാറ്റ് എഫ് ഈസ് ഡിഫറൻഷ്യബിൾ ഓൺ ഓൾ റിയൽ ലൈൻ ആൻഡ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് എ കോൺസ്റ്റൻറ്റ്. എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് എല്ലാ ഇതിനും. പ്രൂവ് ദാറ്റ് എഫ് ഈസ് ലീനിയർ. നമുക്കത് ലീനിയർ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ലീനിയർ ആണെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എം എക്സ് പ്ലസ് സി എന്ന ഫോമിലായിരിക്കും ഫംഗ്ഷൻ വരിക. സൊല്യൂഷൻസ് കൺസിഡറിങ് എം ഈസ് ദി കോൺസ്റ്റൻറ്റ് വാല്യൂ. എഫ് ഡാഷ് ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണെന്ന് തോന്നിട്ട് നമ്മൾ എം ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് എടുക്കുന്നു. ബൈ നമ്മുടെ കൊറോളറി 1 പ്രകാരം എന്തെടുക്കുന്നു, എ ഈസ് ഈക്വൽ ടു ബി ഈസ് ഈക്വൽ ടു എം. എയും ബിയും നമ്മൾ എന്തെടുക്കുന്നു, എം തന്നെ എടുക്കുന്നു. where a less than or equal to m less than or equal to b, that is a less than or equal to f dash of x less than or equal to b, that is our corollary. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കൊറോളറി പ്രകാരം നമുക്കറിയാം. അതാണ് നമ്മുടെ കൊറോളറി. ടേക്കിംഗ് x1 is equal to 0 and x2 is equal to x. അതും നമ്മൾ എടുക്കുന്നു. വി ഗെറ്റ് m is equal to what, f of x minus f of 0 divided by x minus 0, which gives എന്ത് കിട്ടുന്നു, of x minus f of 0 divided by x minus 0, that is equal to x minus 0 is equal to x. x ഇപ്പുറത്ത് പോകുന്ന mx ആവും. What is f of x? f of x is actually equal to mx plus f of 0. f of 0 എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ വാല്യൂ ആണ്. that must be a constant. so f is linear. this is equal to some mx plus c എന്ന് പറയുന്ന ഫോമിലേക്ക് വരും. mx plus c എന്ന് പറയുന്ന ഫോമിലേക്ക് ഇവിടെ ആക്ച്വലി വരികയാണ് ചെയ്യുന്നത്. ജസ്റ്റ് ആ കൊറോളറി മാത്രമേ യൂസ് ചെയ്യുന്നു. അതായത് എഫ് ഇസ് ഡിഫറൻഷ്യബിൾ ഓൺ ദി ഓൾ റിയൽ ലൈൻ ആൻഡ് എഫ് ഡാഷ് എക്സ് കോൺസ്റ്റൻ്റ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും, ലീനിയർ ആയിരിക്കും എന്നാണ് ഇവിടെ ആക്ച്വലി പറയുന്നത്. ജസ്റ്റ് കൊറോളറി മീൻ വാല്യൂ തിയറം യൂസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ഇനി നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ തന്നെ വാട്ട് ഈസ് മോഡുലസ് ഡെറിവേറ്റീവ് ഓഫ് ദി മോഡുലസ് ഫംഗ്ഷൻ. ഫൈൻഡ് എഫ് ഡാഷ് ഓഫ് എക്സ്. What does the second consequence of the mean value theorem tells you about f? What is second consequence? What is second consequence? Second consequence പറയുന്നത് function with zero derivatives are constant ആണ്. നമുക്ക് ഇവിടെ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. Since mod x is linear on what is mod x? mod x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആക്ച്വലി പോസിറ്റീവ് സൈഡിൽ ആക്ച്വലി എക്സും നെഗറ്റീവ് സൈഡിൽ മൈനസ് എക്സും ആണ്. അപ്പോൾ വി ആകൃതിയിലാണ്, വി ഷേപ്പിലാണ് ഫംഗ്ഷൻ വരിക. വി ഷേപ്പിൽ ഫംഗ്ഷൻ ഈസ് ലീനിയർ ഓൺ മൈനസ് ഇൻഫിനിറ്റി ടു 0. അവിടെ ഫംഗ്ഷൻ വരുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എക്സ് ആണ്. ആൻഡ് 0 ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ വരുന്നത് ഏതാണ്, എക്സ് എന്നാണ്. വാട്ട് ഈസ് സെക്കൻഡ് ഡെറിവേറ്റീവ്? ഇതിൻ്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് ആക്ച്വലി ഇത് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി എക്സ്. നമ്മൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു രണ്ട് ഭാഗത്ത് ലീനിയർ ആണ് ഫംഗ്ഷൻ. ലീനിയർ ആണ് ഫംഗ്ഷൻ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എഫ് ഡാഷ് എക്സ് ഈസ് കോൺസ്റ്റൻറ്റ്. ദെൻ അഗെയിൻ വി ടേക്കിംഗ് ദ ഡെറിവേറ്റീവ്. ഇത് ആക്ച്വലി ഇത് ഡെറിവേറ്റീവ് തന്നെയാണ്. ഡെറിവേറ്റീവ് ഓഫ് മോഡ് എക്സ് ആണ്. മൈനസ് ഇൻഫിനിറ്റി 0യിൽ ആക്ച്വലി എന്താണ് വരുന്നത്, 1 ആണ് ഇതിൻ്റെ സ്ലോപ്പ് വരുന്നത് മോഡ് എക്സിൻ്റെ. മൈനസ് ഇൻഫിനിറ്റി 0യിൽ -1 ആണ് സ്ലോപ്പ് വരുന്നത്. 0 ഇൻഫിനിറ്റിയിൽ 1 ആണ് ഇതിൻ്റെ സ്ലോപ്പ് വരുന്നത്.
അപ്പോൾ എന്ത് ചെയ്യുന്നു, വി അഗെയിൻ ടേക്കിംഗ് ദ ഡെറിവേറ്റീവ്. രണ്ടാമത് അഗെയിൻ ആക്ച്വലി ഫംഗ്ഷൻ ഇസ് ഡി ബൈ ഡി എക്സ് ഓഫ് മോഡ് എക്സ്. ഓൾറെഡി മോഡ് എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ്. ആക്ച്വലി അത് വരുന്നത് 0 ഇൻഫിനിറ്റിയിൽ 1ഉം -∞ 0യിൽ ആക്ച്വലി -1ആണ് ഡെറിവേറ്റീവ് വരുന്നത്. സ്ലോപ്പ് ജസ്റ്റ് വി ആകൃതിയാണ് ആക്ച്വലി വരുന്നത്. അതിൻ്റെ ഇനി എഫ് ഡാഷ് ഓഫ് എക്സ് എടുക്കുന്ന ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റൻറ്റ് മസ്റ്റ് ബി ഐഡൻറ്റിക്കലി ഈക്വൽ ടു 0. ആക്ച്വലി ഓൾറെഡി കോൺസ്റ്റൻറ്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ രണ്ടാമത് എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡി സ്ക്വയർ ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് മോഡ് എക്സ് ദാറ്റ് മസ്റ്റ് ബി ഈക്വൽ ടു 0. ദെൻ ബൈ കൊറോളറി ഫംഗ്ഷൻസിൻ്റെ കോൺസ്റ്റൻറ്റ് 0 ആണ്, ഡെറിവേറ്റീവ് 0 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇഫ് ഈസ് കോൺസ്റ്റൻ്റ് ഓൺ ദി ഇൻ്റർവൽ വിച്ച് ഈസ് ഇറ്റ് ഈസ് ഡിഫറൻഷ്യബിൾ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫംഗ്ഷൻ വാല്യൂ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ ഇൻ്റർവെല്ലിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും, ഫംഗ്ഷൻ വാല്യൂ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ജസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഫിസ് ഇൻ്റർവെല്ലിലാണ് ഇവിടെ ആക്ച്വലി വരുന്നത്. ഫംഗ്ഷൻ സ്പ്ലിറ്റ് ചെയ്യണം, മോഡുലസ് ഫംഗ്ഷൻ, ആൻഡ് ഇറ്റ് ഈസ് നോട്ട് ഡിഫറൻഷ്യബിൾ അറ്റ് 0യിൽ ഡിഫറൻഷ്യബിളും അല്ല. അതുകൊണ്ടാണ് ഫംഗ്ഷൻ അങ്ങനെ വരുന്നത്. -∞ 0യിൽ ഫംഗ്ഷൻ്റെ വാല്യൂ -1ഉം 0 ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ്റെ വാല്യൂ 1ഉം ആണ് ആക്ച്വലി വരിക. അതാണ് നമ്മൾ പറഞ്ഞത്. സ്ലോപ്പ് കണ്ടുപിടിക്കുകയാണ്, വി ആകൃതിയാണ്. -∞ to 0യിൽ ഫംഗ്ഷൻ ഡൗൺവേർഡ്സ് ആണ്, 0 to ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ അപ്വേർഡ്സ് ആണ്, 0 to ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ എക്സ് തന്നെയാണ്, -∞ 0യിൽ ഫംഗ്ഷൻ -x ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ -1ഉം 1ഉം ആണ് വരിക. അതുകൊണ്ടാണ് ആക്ച്വലി ഇത് വരുന്നത്. ഇതാണ് ആക്ച്വലി ഡെറിവേറ്റീവ് ഓഫ് മോഡ് എക്സ് ആണ് ആക്ച്വലി നമ്മുടെ ഫംഗ്ഷൻ. അപ്പോൾ നെഗറ്റീവ് -∞ 0യിൽ ഫംഗ്ഷൻ -1ഉം 0 ഇൻഫിനിറ്റിയിൽ ഫംഗ്ഷൻ +1 ആയിട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. ഇൻ്റർവെല്ലാണ്, വോൾ ഇൻ്റർവെല്ലിൽ വരുന്നില്ല. 0 ആണ് അവിടുത്തെ പ്രോബ്ലം. നമുക്ക് വേറൊരു പ്രോബ്ലം കൂടി നോക്കാം. സപ്പോസ് ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എക്സ് ആൻഡ് ദാറ്റ് എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 0. വാട്ട് ഈസ് എഫ് ഓഫ് എക്സ്? എഫ് ഡാഷ് ഓഫ് എക്സ് ആക്ച്വലി എക്സ് ആണ് തന്നിട്ടുണ്ട് ഫോർ ഓൾ എക്സ്, ആൻഡ് എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദി സൊല്യൂഷൻ? വാട്ട് ഈസ് സൊല്യൂഷൻ എന്നാണ് നമ്മുടെ ചോദ്യം. നമ്മൾ ജസ്റ്റ് എന്തെടുക്കുന്നു, ഇത് സെക്കൻഡ് കൊറോളറിയാണ്, കൊറോളറി 3 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ. ആക്ച്വലി ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് 1/2x². വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ്? ജി ഡാഷ് ഓഫ് എക്സ്. ജി ഡാഷ് ഓഫ് എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു എക്സ്. ജസ്റ്റ് നമ്മൾ ആക്ച്വലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇതൊന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു ആർബിട്രറി ഫംഗ്ഷൻ എടുക്കുന്നു, അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് എക്സ് ആയിട്ട് ഈക്വൽ ആണ്. ബൈ കൊറോളറി 3 എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും ഒരു ഡിഫർ ബൈ എ കോൺസ്റ്റൻറ്റ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ബൈ കൊറോളറി 3 നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആക്ച്വലി എഫ് ഓഫ് എക്സ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ജി ഓഫ് എക്സ് പ്ലസ് സി എന്ന് പറയുന്ന ഒരു ഫോം ആയിരിക്കും എഫ് ഓഫ് എക്സിൻ്റെ. നൗ എന്താക്കുന്നു, വേറൊരു വാല്യൂ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് എഫ് ഓഫ് 3? എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു 2. Then what is f of 3? f of 3 is equal to 1/2 3² plus c. That is equal to 9/2 plus c. 9/2 plus c is actually equal to 2. 9/2 plus c എന്ന് പറയുന്നത് ആക്ച്വലി 2 ആണെന്ന് കിട്ടി. Then c is equal to 2 minus 9/2 plus c. 2 minus 9/2 plus c. That is equal to c is equal to -5/2. Therefore c നമുക്ക് കിട്ടി. What is f of x? 1/2 x² -5/2. ഇവിടെ നമ്മൾ ആക്ച്വലി ചെയ്യുന്ന ഒരു ആർബിട്രറി ഫംഗ്ഷൻ എടുക്കുന്നു, ഈ എക്സ് ഡെറിവേറ്റീവ് ആയിട്ട് വരുന്ന ഒരു ആർബിട്രറി ഫംഗ്ഷൻ എടുക്കുന്നു. ദെൻ ബൈ കോൺസിക്വൻസ് ഓഫ് മീൻ വാല്യൂ തിയറം ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ആൻഡ് ഡെറിവേറ്റീവ് ഓഫ് ജി ഓഫ് എക്സ് മസ്റ്റ് ബി ഈക്വൽ. സോ ദ ഫംഗ്ഷൻ മസ്റ്റ് ഡിഫർ ബൈ എ കോൺസ്റ്റൻറ്റ്. അതാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ജി ഓഫ് എക്സ് ആക്ച്വലി 1/2 x² ആണ്. 1/2 x² പ്ലസ് സി എന്ന് പറയുന്ന ഫോമാണ് എഫ് ഓഫ് എക്സിന് വരിക. ആൻഡ് എഫ് ഓഫ് 3 2 ആണ് തന്നിട്ടുണ്ട്. അത് തന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സി കണ്ടുപിടിക്കാനാണ്. That is 1/2 3² plus c is actually equal to 9/2 plus c is actually equal to 2. Then c is equal to 2 minus 9/2. That is c is equal to -5/2. അത് നമ്മളിവിടെ കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2 x² -5/2 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ദാറ്റ് കംപ്ലീറ്റ്സ് ദി പ്രോബ്ലം. എന്താണ് ഇതിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്യുന്നു. വാട്ട് ഈസ് ദിസ് വാല്യൂ? എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് a divided by b minus a is the average change in f over ab. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതാണ് ആവറേജ് ചേഞ്ച്. ആൻഡ് എഫ് ഡാഷ് ഓഫ് സി ഈസ് ആൻ ഇൻസ്റ്റൻറ്റേനിയസ് ചേഞ്ച്. അറ്റ് എ പോയിന്റിലാണ് ഡെറിവേറ്റീവ് ഇവിടെ കണ്ടുപിടിക്കുന്നത്. ഇത് ആക്ച്വലി ഇൻസ്റ്റൻറ്റേനിയസ് ചേഞ്ച് ആണ്. അപ്പോൾ ദെൻ ദ മീൻ വാല്യൂ തിയറം സേസ് ദാറ്റ് അറ്റ് സം ഇൻറ്റീരിയർ പോയിന്റ്
ഇൻസ്റ്റൻറ്റേനിയസ് ചേഞ്ച് മസ്റ്റ് ബി ഈക്വൽ ടു ആവറേജ് ചേഞ്ച്. ആവറേജ് ചേഞ്ചും ഇൻസ്റ്റൻറ്റേനിയസ് ചേഞ്ചും ഈക്വൽ ആവുന്നത് എപ്പോഴാണ്? മീൻ വാല്യൂ, അതാണ് ആക്ച്വലി മീൻ വാല്യൂ തിയറം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദിസ് ഈസ് ആക്ച്വലി ദ ആവറേജ് ചേഞ്ച്. ഇതാണ് ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ. ആവറേജ് റേറ്റ് ഓഫ് ചേഞ്ചും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചും കോയിൻസൈഡ് ചെയ്യുന്നതിനെ പറ്റി പറയുന്നതാണ് ആക്ച്വലി മീൻ വാല്യൂ തിയറം. ഇതുമായിട്ട് നമുക്കൊരു നോക്കാം. എ കാർ ആക്സലറേറ്റിംഗ് ഫ്രം 0 takes 8 seconds to go 352 feet. Its average velocity for the 8-second interval is 352 minus 0 നിന്ന് 352 ഫീറ്റിലേക്ക്. അതാണ് ഫങ്ഷൻ. ഡിവൈഡഡ് ബൈ ടൈം 8 സെക്കൻഡ് മൈനസ് 0 സെക്കൻഡ്. സ്റ്റാർട്ടിങ് എടുത്തു 44 ഫീറ്റ് പെർ സെക്കൻഡ് കിട്ടും. അറ്റ് സം പോയിന്റ് during the acceleration, mean value theorem says that the speedometer must read exactly 30 meter per hour. അല്ലെങ്കിൽ ജസ്റ്റ് ആ മീൻ വാല്യൂ തിയറം അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ഫംഗ്ഷൻ വാല്യൂ കൊടുത്തിട്ട് ആവറേജും റേറ്റ് ഓഫ് ചേഞ്ചും ഇൻസ്റ്റൻറ്റേനിയസ് റേറ്റ് ഓഫ് ചേഞ്ചും ഈക്വൽ ആവുന്നു. ജസ്റ്റ് അതാണ് ഇത് പറയുന്നത്, ക്വസ്റ്റ്യൻസ് പറയുന്നത്. അടുത്തൊരു പ്രോബ്ലം. ഫൈൻഡ് ദി ഫംഗ്ഷൻ f of x whose derivative is sin x and whose graph passes through the point 0, 2. 0, 2 ഫംഗ്ഷൻ പാസ് ചെയ്യുന്നുണ്ട്, ഡെറിവേറ്റീവ് sin x ആണ്. അപ്പോൾ എന്താകുന്നു? 0, 2 ഫംഗ്ഷൻ പാസ് ചെയ്യുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ f of 0 is equal to some 2 എന്നായിരിക്കും. f of 0 is equal to 2 തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സെയിം പ്രൊസീജിയർ മീൻ വാല്യൂ തിയറം. സിൻസ് f has the same derivative as g of x. g of x എന്ന് പറയുന്നത് ജസ്റ്റ് ഈ ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുന്നു. g of x is equal to minus cos x. What is g dash of x? g dash of x is actually sin x. g dash of x ൻ്റെയും f dash of x, what is f dash of x ൻ്റെയും ഡെറിവേറ്റീവ് sin x ആണ്. അങ്ങനെയാണ് g of x f of x ഡിഫർ ബൈ എ കോൺസ്റ്റന്റ്. ദാറ്റ് മീൻസ് f of x must be equal to g of x plus c. What is g of x? Minus cos x plus c. ആൻഡ് നമുക്ക് c ആണ് കണ്ടുപിടിക്കേണ്ടത്. c കണ്ടുപിടിക്കാനാണ് ആക്ച്വലി ഈ പോയിന്റ്. f of 0 is equal to എന്താണ്? 2 ആണ്. y കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ f of x ആണ്. അപ്പോൾ f of 0 must be equal to 2 ആണ്. അപ്പോൾ f of 0 is equal to 2 എന്നതാണ് നമ്മുടെ അടുത്ത കണ്ടീഷൻ. Then we just put f of 0 is equal to minus cos 0 plus c. That is cos 0 is actually equal to 1. That is minus 1 plus c is actually equal to 2. That means c is equal to 2 plus 1, 3. Then the function f of x is equal to minus cos x plus 3. Minus cos x plus 3 എന്ന് പറയുന്ന ഫങ്ഷൻസ് കിട്ടും. ആണ് അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് പോളിനോമിയൽ ഫംഗ്ഷൻസ് എടുക്കാം. ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ റോളീസ് തിയറം ഒന്നുകൂടി വെരിഫൈ ചെയ്ത് നോക്കാം. ദ പോളിനോമിയൽ ഫംഗ്ഷൻ f of x is equal to x cube by 3 minus 3x. ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. ഇസ് കണ്ടിന്യൂസ് അറ്റ് എവറി പോയിന്റ് minus 3, 3 and differentiable at minus 3, 3. And f of minus 3 is equal to f of 3 is equal to 0. രണ്ടും 0 ആണ്. Then by Rolle's theorem there exists a point. എന്തായിരിക്കണം? ബൈ റോളീസ് തിയറം പ്രകാരം 3ക്കും മൈനസ് 3ക്കും 3ക്കും ഇടയ്ക്ക് ഒരു പോയിന്റ് ഉണ്ടാവണം വേർ f dash of c must be equal to 0. f dash of c എന്തായിരിക്കണം? അവിടെ 0 ആയിരിക്കണം. വാട്ട് ഈസ് f dash of x? ദാറ്റ് ഈസ് x square minus 3. അപ്പോൾ എന്ത് ചെയ്യുന്നു? dash of x കണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനൊരു 0 ഉണ്ടാവണം. ഈ 0 twice in the interval. Once at x is equal to minus root 3 and x is equal to root 3. അപ്പോൾ root 3യും minus root 3 എന്ന് പറഞ്ഞ പോയിന്റും ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നു. അറ്റ്ലീസ്റ്റ് എന്നാണ് പറയുന്നത്. ഏറ്റവും കുറഞ്ഞത് f dash of c is equal to 0 ആവുന്ന ഒരു c എങ്കിലും കിട്ടണം. പക്ഷെ നമുക്കിവിടെ എന്ത് കിട്ടുന്നു? 2 പോയിന്റ്സ് കിട്ടുന്നു. ജസ്റ്റ് യൂസിങ് ദി റോളീസ് തിയറം. ഇങ്ങനെയാണ് റോളീസ് തിയറം വരുന്നത്. സെയിം സാധനം നമുക്കൊന്നും കൂടി റോളീസ് തിയറം വെരിഫൈ ചെയ്യാം. ദ ഫംഗ്ഷൻ f of x is equal to sin x has roots at x is equal to 0 and x is equal to 2pi. x is equal to 2piയിലും x is equal to 0യിലും ഫംഗ്ഷൻ വാല്യൂ f of 0യും f of 2piയും sin 0 0 sin 2pi 0. ബൈ റോളീസ് തിയറം പ്രകാരം there exists at least one point in between 0 and 2pi such that f dash of c, what is f dash of c? That is equal to cos c.
ഈക്വൽ ടു 0 ആവുന്ന സീസ് നമുക്ക് കണ്ടുപിടിക്കണം. അതാണ് വൈ ദ റോളീസ് തിയറം ഗ്യാരണ്ടീസ് ദാറ്റ് ദർ ഈസ് അറ്റ്ലീസ്റ്റ് വൺ നമ്പർ സി ഇൻ ദി ഇൻ്റർവൽ ഓപ്പൺ 0 to pi such that f dash of c is equal to 0. What is f dash of x? That is cos x. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? cos c 0 ആവുന്ന പോയിന്റ്സ് 0ക്കും 2π ഇടയ്ക്ക് കിട്ടണം. അത് പോയിന്റ്സ് ഉണ്ട്. c1 is equal to pi/2, c2 is equal to 3π/2. അങ്ങനെയുള്ള പോയിന്റ്സ് നമുക്ക് ആക്ച്വലി ഇവിടെ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. ഇൻ ബിറ്റ്വീൻ 0 to πയിൽ എഫ് ഡാഷ് ഓഫ് c 0 ആവുന്ന പോയിന്റ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ആക്ച്വലി റോളീസ് തിയറം പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് വെരിഫൈ റോളീസ് തിയറം ഫോർ ദി ഫംഗ്ഷൻ എഫ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് എ ഹോൾ റൈസ് ടു എം ആൻഡ് എക്സ് മൈനസ് ബി ഹോൾ റൈസ് ടു എൻ. ഇതിൽ നമ്മൾ വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. വേർ എം ആൻഡ് എൻ ബീങ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്. എം എന്നും പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, എം എന്നും 1, 2, 3 തൊട്ട് ഏത് നമ്പേഴ്സ് വേണമെങ്കിലും ആകാം. നമ്മുടെ ഫംഗ്ഷൻസ് എടുക്കുക. എക്സ് മൈനസ് എ ഇൻറ്റു ഹോൾ റൈസ് ടു എം ഇൻറ്റു എക്സ് മൈനസ് ബി ഹോൾ റൈസ് ടു എൻ. പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്, കണ്ടിന്യൂസ് ആണ്, ആൻഡ് ഡിഫറൻഷ്യബിൾ ആണ്. വാട്ട് ഈസ് നമുക്ക് എന്താ ചെയ്യുക? വാട്ട് ഈസ് എഫ് ഓഫ് എ? എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0 മൈനസ് എ മൈനസ് എ ഹോൾ റൈസ് ടു എം ഇൻറ്റു എക്സ് മൈനസ്. എഫ് ഓഫ് എ മസ്റ്റ് ബി ഈക്വൽ ടു 0. ഇവിടെ എ കൊടുക്കുമ്പോൾ ഇത് 0 ആണ്. എഫ് ഓഫ് ബി മസ്റ്റ് ബി ഈക്വൽ ടു 0. റോളീസ് തിയറത്തിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ എഫ് ഓഫ് എ ഈക്വൽ ടു എഫ് ഓഫ് ബി ട്രൂ ആയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ there exists some point c in between a and b such that f dash of c is equal to 0 എന്ന് കിട്ടും. വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് എക്സ്? ആക്ച്വലി എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് വരുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. ബൈ പ്രോഡക്റ്റ് റൂൾ എം ഇൻറ്റു എക്സ് മൈനസ് എ ഹോൾ റൈസ് ടു എം മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് ബി ഹോൾ റൈസ് ടു എൻ പ്ലസ് എൻ ഇൻറ്റു എക്സ് മൈനസ് എ ഹോൾ റൈസ് ടു എം ഇൻറ്റു എക്സ് മൈനസ് ബി ഇൻറ്റു എൻ റൈസ് ടു എൻ മൈനസ് 1 ജസ്റ്റ് ഡിഫറൻഷ്യബിൾ എടുക്കുന്നു. ഇതാണ് ആക്ച്വലി എന്ത് വരുന്നത്? എഫ് ഡാഷ് ഓഫ് എക്സ് വരുന്നത്. ഇനി നമ്മൾ എഫ് ഡാഷ് എക്സിനെ ഒന്നും കൂടി റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് എന്ത് റീഅറേഞ്ച് ചെയ്യുന്നു? എക്സ് മൈനസ് എ ഹോൾ റൈസ് ടു എം മൈനസ് 1ഉം എക്സ് മൈനസ് ബി ഹോൾ റൈസ് ടു എൻ മൈനസ് 1ഉം ഔട്ട് സൈഡ് എടുക്കുന്നു. ഇവിടുന്ന് 1 കുറയുന്നതാണ്. ഇവിടെ ആക്ച്വലി 1 കുറയുന്നു, ഇവിടെ ആക്ച്വലി 1 കുറയുന്നു. അപ്പോൾ എന്ത് വരും? ഇവിടെ ആക്ച്വലി ഏത് വരുന്നു? എക്സ് മൈനസ് എ റൈസ് ടു എം മൈനസ് 1 ഇവിടെ ആക്ച്വലി പുറത്തെടുത്തു. അപ്പോൾ എം മാത്രമാണ്. എം ഇൻറ്റു ഇവിടെ എക്സ് മൈനസ് ബി ഹോൾ റൈസ് ടു എൻ മൈനസ് 1 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഒരു എക്സ് മൈനസ് ബി ഇവിടെ ഉണ്ടാവും. ആ എക്സ് മൈനസ് ബി ഇവിടെ എഴുതി. എൻ ഇൻറ്റു ഇവിടെ എന്ത് ചെയ്യുന്നു? എൻ ഇൻറ്റു എക്സ് മൈനസ് ബി എൻ റൈസ് ടു എൻ മൈനസ് 1 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ അതിവിടെ ആക്ച്വലി പുറത്ത് വന്നു. ദെൻ എക്സ് മൈനസ് എ ഹോൾ റൈസ് ടു എം മൈനസ് 1 ഔട്ട് സൈഡ് എടുത്തു. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് എക്സ്ട്രാ ഒരു എക്സ് മൈനസ് എ ഉണ്ടാവും. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഔട്ട് സൈഡ് പോയി. അപ്പോൾ എന്ത് ചെയ്തു? എം ഇൻറ്റു എക്സ് മൈനസ് ബി പ്ലസ് എൻ ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് നമുക്കിതിനെ എഫ് ഡാഷ് ഓഫ് എക്സിനെ നമുക്ക് മാറ്റി എഴുതി. ഇറ്റ് ഈസ് അഗെയിൻ എ പോളിനോമിയൽ സോ ദാറ്റ് എഫ് ഡാഷ് ഓഫ് എക്സ് എക്സിസ്റ്റ് അറ്റ് എവറി പോയിന്റ് ഇൻ ദി ഓപ്പൺ ഇൻ്റർവൽ എ പി നമുക്ക് കിട്ടി. ആൻഡ് ഓൾസോ നമുക്കറിയാം എഫ് ഓഫ് എ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ബി ഈസ് ഈക്വൽ ടു 0. നമുക്ക് എന്ത് ചെയ്യണം? വെരിഫൈ ചെയ്യണം റോളീസ് തിയറം. അപ്പോൾ റോളീസ് തിയറം ഇവിടെ ആപ്ലിക്കബിൾ ആണ്. നമുക്ക് എന്ത് കിട്ടണം? ദർ എക്സിസ്റ്റ് എ പോയിന്റ് സി അറ്റ് വിച്ച് എഫ് ഡാഷ് ഓഫ് സി എന്തായിരിക്കണം? 0 ആയിരിക്കണം. എഫ് ഡാഷ് ഓഫ് സി എന്തായിരിക്കണം? 0 ആവുന്ന പോയിന്റ്സ് കിട്ടണം. വാട്ട് ഈസ് എഫ് ഡാഷ് ഓഫ് സി? ഡാഷ് ഓഫ് സി ഈസ് ആക്ച്വലി ദിസ് എക്സ് മൈനസ് എ ഹോൾ റൈസ് ടു എം മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് ബി ഹോൾ റൈസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ദിസ് പാർട്ട് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ എന്താവുന്നു? ആക്ച്വലി ഈ ഒരു പാർട്ട് എയും ബിയും എക്സ് എന്ന് സി എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. അപ്പോൾ എയും ബിയും ആയിട്ട് ഈക്വൽ ആവുന്നില്ല. ഇതിനെ നമുക്ക് ഡയറക്റ്റ് ഇപ്പുറത്ത് പോയിട്ട് 0 ആവുന്നു. ഈ ഒരു പാർട്ട് മൊത്തം ഇപ്പുറത്തേക്ക് പോകുമ്പോൾ 0 ആവുന്നു. കാരണം ഇവിടെ എക്സ് എയും ബിയും ആവുന്നില്ല. എക്സ് മീൻസ് ഇൻ ബിറ്റ്വീൻ എ ആൻഡ് ബി ആണ്. Therefore this part must be equal to 0. m into x minus b plus n into x minus a is equal to 0. Since x minus a not equal to 0, x minus b not equal to 0, as a less than x less than b എന്ന ഫോമിലാണുള്ളത് ആക്ച്വലി വരുന്നത്. which implies that c is equal to mb plus na by m plus n. c എന്ന് പറയുന്നത് എന്തെന്ന് വരും? എക്സിന് നമ്മൾ ജസ്റ്റ് ഏത് കൊടുക്കുന്നു? ന് പകരം സി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സി ഇസ് ആക്ച്വലി ഈക്വൽ ടു എം ബി പ്ലസ് എൻ എ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ എന്ന് പറയുന്ന നമുക്ക് ഫങ്ഷൻസ് കിട്ടും. ഇതാണ് ആക്ച്വലി സി എന്ന് പറയുന്നത്. അപ്പോൾ റോളീസ് തിയറം നമുക്ക് എന്താക്കാം? വെരിഫൈ ചെയ്യാൻ പറ്റും. ഇത് ആക്ച്വലി ഏതിന് ഈ പോയിന്റ് ആക്ച്വലി എ ബിക്ക് ഇടയ്ക്കുള്ള പോയിന്റ് ആയിരിക്കും.
ഇവിടെ എക്സിന് സി കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? സി ആക്ച്വലി ഇതിൽ നിന്ന് നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ എം ബി പ്ലസ് എൻ എ ഡിവൈഡ് ബൈ എം പ്ലസ് എൻ. ഇവിടെ എക്സിന് സി കൊടുക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ പോയിന്റ് എന്ന് പറയുന്നത് റേഷ്യോ ആണ്. ആ പോയിന്റ് ഏതിനും ഒരു എ ബിക്ക് ഇടയ്ക്ക് വരും. ഫോർ നമുക്ക് എന്ത് കിട്ടുന്നു? ആക്ച്വലി റോളീസ് തിയറം നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും.